कूजन्तं राम रामेति मधुरं मधुराक्षरम्। നമസ്കാരം, ഗ്രാമീയ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. ഷവർമ കിട്ടാൻ വൈകിയതിന് ഹോട്ടൽ ഉടമയെയും ജീവനക്കാരെയും ആക്രമിച്ച പ്രതികൾ അറസ്റ്റിലായി. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധം. തീരപ്രദേശത്തെ കുടിവെള്ള പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃത്തല്ലൂർ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. വാർത്തകൾ വിശദമായി. ഷവർമ ഓർഡർ ചെയ്തത് കിട്ടാൻ വൈകിയതിനെ തുടർന്ന് ഹോട്ടൽ ഉടമയെയും ജീവനക്കാരെയും ആക്രമിച്ച കേസിൽ 3 പേർ അറസ്റ്റിൽ. എടമുട്ടം മല്ലൂസ് മക്കാനി ഹോട്ടൽ ഉടമ മുഹ്സിനെയും ഹോട്ടലിലെ മറ്റ് ജീവനക്കാരെയും ആക്രമിച്ച് പരിക്കേൽപ്പിച്ചതിന് എടത്തിരുത്തി ചിന്ന വീട്ടിൽ നൌഫൽ, ചൂലൂർ വലിയകത്ത് വീട്ടിൽ ആഷിഖ്, ചന്ദ്രാപിന്നി പള്ളിപ്പറമ്പിൽ വീട്ടിൽ ഷാഹിൽ എന്നിവരെയാണ് റൂറൽ ജില്ലാ പോലീസ് മേധാവി ബി കൃഷ്ണകുമാറിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. ഒറ്റപ്പാലം റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് 10 കിലോ കഞ്ചാവ് പിടികൂടിയ കേസിലെ പ്രതിയാണ് നൌഫൽ എന്ന് പോലീസ് പറഞ്ഞു. വലപ്പാട് SHO അനിൽകുമാർ, സബ് ഇൻസ്പെക്ടർമാരായ എബിൻ, ആന്റണി ജിംബിൾ, CPOമാരായ ശ്യാം, സുബൈർ എന്നിവർ ചേർന്നാണ് പ്രതികളെ അറസ്റ്റ് ചെയ്തത്. MP-മാരെ അറസ്റ്റ് ചെയ്തതിൽ പ്രവാസി ഫെഡറേഷൻ ജില്ലാ കമ്മിറ്റി പ്രതിഷേധ സമരം നടത്തി. വോട്ടർ പട്ടിക ക്രമക്കേടിനെതിരെ ഡൽഹിയിൽ പ്രതിഷേധ പ്രകടനത്തിന് നേതൃത്വം നൽകിയ പ്രവാസി ഫെഡറേഷൻ നേതാക്കളായ PP സുനീറിനെയും P സന്തോഷ് കുമാറിനെയും അറസ്റ്റ് ചെയ്ത കേന്ദ്ര സർക്കാർ നടപടിക്കെതിരെയായിരുന്നു പ്രതിഷേധം. തൃശൂർ കോർപ്പറേഷൻ ഓഫീസ് പരിസരത്ത് സംഘടിപ്പിച്ച ധർണ പ്രവാസി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി ET ടൈസൺ മാസ്റ്റർ MLA ഉദ്ഘാടനം ചെയ്തു. ജനാധിപത്യം സംരക്ഷിക്കാൻ പ്രതിഷേധിച്ച പാർലമെന്റ് അംഗങ്ങളെ അറസ്റ്റ് ചെയ്ത നടപടി അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണെന്ന് ടൈസൺ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. പ്രവാസി ഫെഡറേഷൻ ജില്ലാ പ്രസിഡന്റ് കിഷോർ വാഴപ്പള്ളി അധ്യക്ഷനായി. പ്രവാസി ഫെഡറേഷൻ നേതാക്കളായ അഭിലാഷ് V ചന്ദ്രൻ, പ്രകാശൻ കാരാട്ടുപറമ്പിൽ, ഗോപാലകൃഷ്ണൻ മണ്ണുത്തി, മോഹനൻ, നസീർ വടൂക്കര, സോപാനം ഉണ്ണികൃഷ്ണൻ, വർഗീസ് മാഷ്, ഹരീഷ്, സുകുമാരൻ, മനാഫ്, പ്രവാസി ഫെഡറേഷൻ തൃശൂർ ജില്ലാ സെക്രട്ടറി A സജീവൻ, PS സുഭാഷ് എന്നിവർ സംസാരിച്ചു. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ പ്രതിഷേധിച്ച് നാട്ടിക ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി തൃപ്പയാറിൽ പ്രതിഷേധ പൊതുയോഗം നടത്തി. DCC ജനറൽ സെക്രട്ടറി അനിൽ പുളിക്കൽ ഉദ്ഘാടനം ചെയ്തു. ഒരു പാർലമെന്റ് മണ്ഡലത്തിലെ ഒരു നിയമസഭാ മണ്ഡലം സൂക്ഷ്മമായി പഠിച്ച് പരിശോധിച്ച് മനസ്സിലാക്കി അറിഞ്ഞ് 1,250,000 വോട്ടിന്റെ കള്ള വോട്ടർമാർ, വ്യാജ വോട്ടർമാർ ഉണ്ട് എന്ന് പുറത്തു കൊണ്ടുവരികയാണ്, പുറത്തുവിടുകയാണ്. അതിൽ വ്യാജ വോട്ടർമാർ 40,009 ആ കണക്കിൽ വ്യാജ ഫോട്ടോ ഉപയോഗിച്ചവർ 33,692 ഡ്യൂപ്ലിക്കേറ്റ് വോട്ടർമാർ 11,965 ഒരേ വിലാസത്തിൽ വരുന്ന അനുമതിയായ വോട്ടുകൾ 10,000 മുകളിലാണ്. ആ സത്യം വിളിച്ചു പറയുമ്പോൾ ആ ഒരു നിയമസഭാ മണ്ഡലത്തിലെ ചോദ്യങ്ങൾ രാജ്യത്ത് ഉയർത്തിവിടുമ്പോൾ രാഹുൽ ഗാന്ധിയെ ഭീഷണിപ്പെടുത്താൻ, രാഹുൽ ഗാന്ധിയെ ഭയപ്പെടുത്താൻ, രാഹുൽ ഗാന്ധിയെ പേടിപ്പിക്കാൻ, രാഹുൽ ഗാന്ധിയെ കൈവിലങ്ങണിയിക്കാൻ, രാഹുൽ ഗാന്ധിയെ തടവറയിലടക്കാൻ, ഹലോ മിസ്റ്റർ നരേന്ദ്രമോദി, നിങ്ങൾ മുന്നോട്ട് വന്നാൽ നരേന്ദ്രമോദിയെ ഓർമ്മിപ്പിക്കാനുള്ളത് മാപ്പ് പറഞ്ഞ പാരമ്പര്യമല്ല രാഹുൽ ഗാന്ധിക്കുള്ളത്, കാട് പിടിച്ച പാരമ്പര്യമല്ല രാഹുൽ ഗാന്ധിക്കുള്ളത്, ഷൂ നക്കിയ പാരമ്പര്യമല്ല ശ്രീ രാഹുൽ ഗാന്ധിക്കുള്ളത്. ഇത് ജനസ് വേറെയാണ്. ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് PA ഷൗക്കത്ത് അലി അധ്യക്ഷനായി. DCC ജനറൽ സെക്രട്ടറിമാരായ K ദിലീപ് കുമാർ, VR വിജയൻ, CM നൌഷാദ്, മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P വിനു, CV ഗിരി, PM സിദ്ദിഖ്, AN സിദ്ധപ്രസാദ്, CG അജിത് കുമാർ, ഹിറോഷ് ത്രിവേണി,
ഇ രമേശൻ, ജിജ ശിവൻ, വി കെ മോഹനൻ, ഗഫൂർ തളിക്കുളം, ആൻഡോ തൊറയൻ, വിജേഷ് പന്നിപ്പുലത്ത്, ടി വി ഷൈൻ, ഷൈൻ പള്ളിപ്പറമ്പിൽ, രമേശ് ഐനിക്കാട്, സി ആർ രാജൻ, സി എസ് മണികണ്ഠൻ എന്നിവർ സംസാരിച്ചു. മതിലകത്ത് നിന്ന് മുള്ളൻ പന്നിയെ പിടികൂടി. ബുധനാഴ്ച രാവിലെയാണ് മതിലകം പള്ളിക്ക് സമീപത്തെ കടകൾക്ക് മുന്നിൽ പരിക്കേറ്റ നിലയിൽ മുള്ളംപന്നിയെ കണ്ടത്. നാട്ടുകാർ വിവരമറിയിച്ചതിനെ തുടർന്ന് ഫോറസ്റ്റ് അധികൃതർ എത്തി മുള്ളംപന്നിയെ കൊണ്ടുപോയി. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്ത ഏകാധിപത്യ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രതിഷേധ പ്രകടനവും പൊതുസമ്മേളനവും സംഘടിപ്പിച്ചു. കാഞ്ഞാണി സെന്ററിൽ നടത്തിയ പ്രതിഷേധ യോഗം DCC ജനറൽ സെക്രട്ടറി PK രാജൻ ഉദ്ഘാടനം ചെയ്തു. നമ്മുടെ രാഹുൽ ഗാന്ധി കഴിഞ്ഞ പാർലമെന്റിൽ അദ്ദേഹത്തെ ഒരു കാരണവുമില്ലാതെ കള്ളക്കേസുകൾ ചമച്ചുകൊണ്ടാണ് ചില ജഡ്ജിമാരെ സ്വാധീനിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ ഇന്ത്യൻ പാർലമെന്റിന് പുറത്താക്കിയ കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം. ആ രാഹുൽ ഗാന്ധിയെ രാഖി രാമാനം അദ്ദേഹം താമസിക്കുന്ന ക്വാർട്ടേഴ്സ് അടക്കം ഒഴിപ്പിച്ചുകൊണ്ട് രാഹുൽ ഗാന്ധിയെ അയോഗ്യരാക്കിയ സംഭവം നമുക്കറിയാം. ഇത് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഒരു നാണകെട്ട സംഭവവികാസമായിരുന്നു. ആ രാഹുൽ ഗാന്ധിയാണ് പിന്നീട് അദ്ദേഹം അമേഠിയിൽ നിന്ന് മധുരമായ പ്രതികാരം വീട്ടിക്കൊണ്ട് സ്മൃതി ഇറാനിയെ പരാജയപ്പെടുത്തിക്കൊണ്ട് രാഹുൽ ഗാന്ധി ഇന്ത്യൻ പാർലമെന്റ് വരികയും നമ്മുടെ പ്രിയങ്കരിയായ പ്രിയങ്കാ ഗാന്ധി വയനാട്ടിൽ നിന്ന് പാർലമെന്റ് വരികയും കോൺഗ്രസ് വലിയ ഭൂരിപക്ഷത്തോടുകൂടി നമുക്ക് പ്രതിപക്ഷ നേതാവിന്റെ സ്ഥാനം തിരിച്ചുപിടിച്ചു. മണലൂർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് KS ദീപൻ മാസ്റ്റർ അധ്യക്ഷത വഹിച്ചു. KPCC മെമ്പർ CH സെബാസ്റ്റ്യൻ മുഖ്യ പ്രഭാഷണം നടത്തി. മഹിളാ കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി സുബൈദ മുഹമ്മദ്, മണലൂർ മണ്ഡലം പ്രസിഡന്റ് MV അരുൺ, ഗ്രേസി ജേക്കബ്, PP സ്റ്റീഫൻ, അഡ്വക്കേറ്റ് MA മുസ്തഫ, ജെൻസൺ ജെയിംസ്, PB ഗിരീഷ് എന്നിവർ സംസാരിച്ചു. തൃപ്രയാർ NES ആർട്സ് ആൻഡ് സയൻസ് കോളേജിൽ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു. NSS യൂണിറ്റിന്റെയും തൃശൂർ IMAയുടെയും സംയുക്താഭിമുഖ്യത്തിലാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. വലപ്പാട് പോലീസ് സബ് ഇൻസ്പെക്ടർ വിജു പൗലോസ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. NES ചെയർമാൻ ശിവൻ കണ്ണോളി ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. TU സുഭാഷ് ചന്ദ്രൻ, IMA മെഡിക്കൽ ഓഫീസർ ബാലഗോപാലൻ, അസിസ്റ്റന്റ് പ്രൊഫസർ ലിതിമോൾ MV, NSS കോർഡിനേറ്റർ V ശശിധരൻ, പ്രോഗ്രാം കൺവീനർ ദീപ MB, അസിസ്റ്റന്റ് പ്രൊഫസർമാരായ സ്മിത NR, സജിത NV, സുഷമ PS, അപർണ VS, അംകിത TS, രൂപ MV, ലിജിന ജെയിൻ, NSS യൂണിറ്റ് ക്യാപ്റ്റൻ മുഹ്സിന KA എന്നിവർ സംസാരിച്ചു. രക്തദാനം മഹാദാനം എന്ന് ശരിക്കും നമ്മളുടെ ദാനങ്ങളിൽ വെച്ച് ഏറ്റവും മഹത്വകരമായിട്ടുള്ള ഒരു ദാനം തന്നെയാണ് ഈ രക്തദാനം. പണ്ട് കാലങ്ങളിൽ നമ്മൾ ആരെങ്കിലും ഹോസ്പിറ്റലൈസ് ചെയ്യുന്നു, അപ്പം അത് അവർ പറയുന്നു ഇന്ന ബ്ലഡ് വേണം, ബ്ലഡിന് വേണ്ടി ഈ ഹോസ്പിറ്റലൈസ് ചെയ്ത ആളുടെ ബന്ധുക്കൾ നെട്ടോട്ടം പോകുന്നു. അതിൻ്റെ വെളിച്ചത്തിലാണ് IMA ഫോം ചെയ്യുന്നത്. ഇടവേള. അറിഞ്ഞല്ലേ, ഓണം കളറാക്കാൻ അർച്ചന സിൽക്സ് ഒരുങ്ങിക്കഴിഞ്ഞു. ഓണക്കോടികളുടെ ഏറ്റവും പുതിയ കളക്ഷൻ ഗുണമേന്മയിലും ഏറ്റവും വിലക്കുറവിലും നിങ്ങൾക്ക് മുന്നിൽ. റെഡിമെയ്ഡ് ഡ്രസ്, സാരികൾ, ജീൻസുകൾ, ടോപ്പുകൾ, മെൻ ആൻഡ് വുമൻസ് കിഡ്സ് വെയേഴ്സിന്റെ ട്രെൻഡി കളക്ഷൻസുകൾ ഏറ്റവും കുറഞ്ഞ വിലയിലും ഗുണമേന്മയിലും. പൊന്നിൻ ചിങ്ങവും പൊന്നോണവും അടിച്ചു പൊളിക്കാൻ വേറെ എന്ത് വേണം? നമ്മുടെ അർച്ചന സിൽക്സിന്റെ തൃപ്രയാറും വാടാനപ്പള്ളിയിലും ഷോറൂമുകളിൽ പുത്തൻ കളക്ഷൻ ഉള്ളപ്പോൾ ഓണക്കോടിക്കാണോ ഇനി പ്രശ്നം? കേരളത്തിലെ മികച്ച ഫാഷൻ ലോകമായ അർച്ചന സിൽക്സിൽ ഓണക്കോടികളുടെ ഈ മഹാപ്രപഞ്ചത്തിൽ വന്ന് നിങ്ങളുടെ ഓണക്കോടി സ്വന്തമാക്കൂ. ഓണത്തിരക്കൊഴിവാക്കൂ. നമ്മുടെ സ്വന്തം അർച്ചന സിൽക്സ്, തൃപ്രയാർ ആൻഡ് വാടാനപ്പള്ളി. ഹായ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ നിങ്ങളുടെ
എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ 22 വർഷമായി ഉന്നത വിജയ നിലവാരം നിലനിർത്തുന്ന പ്രശാന്തസുന്ദരമായ തൃപ്രയാർ പുഴയോരത്തെ ഉന്നത വിദ്യാഭ്യാസ സ്ഥാപനമാണ് നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES. Affiliated to Calicut University, approved by Government of Kerala and AICTE. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ സെൽഫ് ഫിനാൻസിംഗ് കോഴ്സുകളായ BCom കോഓപ്പറേഷൻ, BCom ഫിനാൻസ്, BBA, BCA എന്നീ കോഴ്സുകൾക്ക് പുറമെ ഈ അധ്യയന വർഷം മുതൽ PG കോഴ്സായ MCom NES കോളേജിൽ ആരംഭിക്കുന്നു. കുട്ടികളുടെ കലാകായിക അഭിരുചി പ്രോത്സാഹിപ്പിക്കുന്നതിനോടൊപ്പം തികഞ്ഞ അച്ചടക്കം, മികവുറ്റ അധ്യാപകർ, വിപുലമായ ലൈബ്രറി, സുസജ്ജമായ കമ്പ്യൂട്ടർ ലാബ്, വിശാലമായ ഫുഡ് ഹൗസ്. നാട്ടിക എഡ്യൂക്കേഷണൽ സൊസൈറ്റി ആർട്സ് ആൻഡ് സയൻസ് കോളേജ് NES തൃപ്രയാർ. മനം കവരും സ്വർണ്ണ വജ്രശോഭയിൽ മനോഹരമായ ഡിസൈനുകൾ, ലൈറ്റ് വെയ്റ്റ് ആഭരണങ്ങളുടെ മികച്ച കളക്ഷൻസ്, 3 പതിറ്റാണ്ടിലേറെ പാരമ്പര്യത്തോടെ മുഗൾ ഗോൾഡൻ ഡയമണ്ട്സ് തൃപ്രയാർ 3 പീടിക. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചിൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകളിലേക്ക് തിരിച്ചു വരാം. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് കുടുംബശ്രീ CDS 27ാം വാർഷികാഘോഷം നടത്തി. എടത്തിരുത്തി പഞ്ചായത്ത് പരിസരത്ത് നിന്ന് ഘോഷയാത്രയോടെയാണ് പരിപാടികൾ ആരംഭിച്ചത്. കേരള സംസ്ഥാന യുവജന ബോർഡ് അംഗം അഡ്വക്കേറ്റ് ഗ്രീഷ്മ അജയ് ഘോഷ് വാർഷികാഘോഷം ഉദ്ഘാടനം ചെയ്തു. കേരളത്തിലെ 46 ലക്ഷത്തിലധികം വരുന്ന സ്ത്രീകളെ സ്വയം പര്യാപ്തമാക്കിയ ഒരു പ്രസ്ഥാനം എന്ന് പറഞ്ഞാൽ അതൊരു ചില്ലറ കാര്യമൊന്നുമല്ല. ഇപ്പോൾ നിങ്ങളിൽ പലരും ഒരു 10ഓ 15ഓ ഇപ്പോൾ കുടുംബശ്രീ രൂപീകരിച്ചിട്ട് 27 വർഷമാവാൻ വേണ്ടി പോകുന്നു. കാരണം 98-ൽ നായനാർ ഗവൺമെൻറ്റിൻ്റെ കാലത്താണ് കുടുംബശ്രീ ഉണ്ടാക്കിയത്, അല്ലെങ്കിൽ ആദ്യമായി വന്നത് എന്ന് നിങ്ങളിൽ എല്ലാവർക്കും അറിയായിരിക്കും. ആ സമയമൊക്കെ വീടിൻ്റെ അകത്തളത്തിൽ മാത്രം കുട്ടികളെയും ഭർത്താവിനെയും അല്ലെങ്കിൽ മാതാപിതാക്കളെയും ഒക്കെ നോക്കിയിരുന്ന, സ്വന്തം വീട്ടുകാര്യങ്ങൾ മാത്രം നോക്കിയിരുന്ന ഒട്ടേറെ സ്ത്രീകളും അമ്മമാരും ചേച്ചിമാരും എല്ലാം തന്നെ പുറത്തേക്ക് ഇറങ്ങാനും പൊതുരംഗത്തേക്ക് ഇറങ്ങാനും സ്വന്തമായിട്ട് കയ്യിൽ കുറച്ച് പൈസ സമ്പാദ്യം സൂക്ഷിക്കാനൊക്കെ തുടങ്ങി വെച്ച ഒരു സംരംഭമാണ് എന്ത്, കുടുംബശ്രീ എന്ന് പറയുന്നത്. നിങ്ങളൊന്ന് പിന്തിരിഞ്ഞ് നോക്കിയിട്ടുണ്ടെങ്കിൽ അന്നുണ്ടായിരുന്ന നിങ്ങളെക്കാൾ എത്രമാത്രം ധൈര്യവതികളും സ്വന്തം കാലിൽ നിൽക്കാൻ പ്രാപ്തരാക്കിയിട്ടുള്ള ആളുകളുമായിട്ട് നിങ്ങൾക്ക് സ്വയം തോന്നുന്നില്ലേ? പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷത വഹിച്ചു.
കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ ഡോക്ടർ സലീൽ മുഖ്യാതിഥിയായി. ജില്ലാ മിഷൻ പ്രോഗ്രാം മാനേജർ അജീഷ സജ്ജി കുടുംബശ്രീ ഇന്ന്, ഇന്നലെ, നാളെ എന്ന വിഷയത്തെക്കുറിച്ച് ക്ലാസ് എടുത്തു. ജില്ലാ പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ മഞ്ജുള അരുണൻ, നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് വി കെ ജ്യോതി പ്രകാശ്, പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, കുടുംബശ്രീ ചെയർപേഴ്സൺ ശ്രീദേവി ദിനേശ്, മെമ്പർ സെക്രട്ടറി സി ഡി ടെസി, വൈസ് ചെയർപേഴ്സൺ സുബൈദ അബ്ദുൽ ജബ്ബാർ, മറ്റ് ജനപ്രതിനിധികൾ, സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റുമാർ തുടങ്ങിയവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും ഉണ്ടായിരുന്നു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUC സംസ്ഥാന ജനറൽ കൗൺസിൽ ശ്രീനാരായണപുരത്ത് നടന്നു. AITUC സംസ്ഥാന ജനറൽ സെക്രട്ടറി KP രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. തീരപ്രദേശത്തെ ജനങ്ങൾ എന്ന് പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കഷ്ടപ്പെട്ട് കഴിയുന്ന ആൾക്കാരാണ്. കടലിൽ മത്സ്യബന്ധനത്തിന് പോകുന്നവർ എന്ന് പറയുമ്പോൾ അതൊരു വലിയ എപ്പോഴും ഒരു അപകടത്തിൻ്റെയും മറ്റ് പലതരത്തിലുള്ള പ്രതിബന്ധങ്ങളൊക്കെ ഉള്ളൊരു തൊഴിൽ മേഖല കൂടിയാണ്. കാലാവസ്ഥയുടെ കാര്യങ്ങൾ, കാറ്റും മഴയും തീരപ്രദേശത്ത് എപ്പോഴും ഒരു പ്രയാസം അനുഭവപ്പെടുന്നതാണ്. ഇപ്പോൾ അത് കുറച്ച് കൂടുതലാണ്. മറ്റ് മുൻകാലങ്ങളൊക്കെ അപേക്ഷിച്ച് ചില പ്രത്യേക സമയത്താണ് ഈ കടപ്പുറത്തൊക്കെ അങ്ങനെയുള്ളൊരു. മത്സ്യത്തൊഴിലാളി ഫെഡറേഷൻ AITUC സംസ്ഥാന പ്രസിഡന്റ് TJ ആഞ്ചലോസ് അധ്യക്ഷനായി. ET ടൈസൺ MLA, KG ശിവാനന്ദൻ, TK സുധീഷ്, TP രഘുനാഥ്, KS ജയ, T രഘുവരൻ, KC സതീശൻ തുടങ്ങിയവർ സംസാരിച്ചു. കാഞ്ഞാണി സെന്റ് തോമസ് CGS വിദ്യാർത്ഥികളും അധ്യാപകരും PTA പ്രതിനിധികളും അന്തിക്കാട് പോലീസ് സ്റ്റേഷൻ സന്ദർശിച്ചു. പോലീസ് സ്റ്റേഷനും പോലീസുകാരും കുട്ടികൾക്ക് കൗതുകകരമായ കാഴ്ചയായി. കുട്ടികൾ നിർമ്മിച്ച സ്വാതന്ത്ര്യദിന അലങ്കാര വസ്തുക്കൾ പോലീസുകാർക്ക് സമ്മാനിച്ചു. പോലീസ് സ്റ്റേഷനെ കുറിച്ചുള്ള കുട്ടികളുടെ സംശയങ്ങൾക്ക് പോലീസ് ഉദ്യോഗസ്ഥർ വിശദമായ മറുപടി നൽകി. തുടർന്ന് പോലീസ് സ്റ്റേഷൻ നടന്നു കാണാൻ അവസരമൊരുക്കി. പോലീസ് സ്റ്റേഷനിൽ നിന്നും എല്ലാ വിദ്യാർത്ഥികൾക്കും മധുരം നൽകി സ്വീകരിച്ചു. പഠന പ്രവർത്തനവുമായി ബന്ധപ്പെട്ട ഈ യാത്രയ്ക്ക് പ്രധാന അധ്യാപിക വിൻസി ഫ്രാൻസിസ്, PTA പ്രസിഡന്റ് KR അഭിരാജ്, അധ്യാപകരായ ഡെൻസി ഡേവിസ്, അനീഷ് വർഗീസ്, ഷാരി ഫ്രാൻസിസ്, ജെൻസി ജോർജ്, PTA പ്രതിനിധികളായ ഡിറ്റി നെൽസൺ, ജോബിത റൈജു, സിജി മാത്യു എന്നിവർ നേതൃത്വം നൽകി. സംഭവങ്ങളില്ലേ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമുക്ക് നമ്പറുണ്ട്, യോദ്ധാവായിട്ട് നമ്മുടെ നമ്പറുണ്ട്. ആ നമ്പറിൽ നമ്മൾ നിങ്ങൾക്ക് വിളിച്ച് പറയാം. ആ നമ്പർ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആ നമ്പറിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് വിളിച്ച് പറയാം. അവിടെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേഷനിലെ ഫോൺ നമ്പറുണ്ട്, SIമാരുടെ നമ്പറുണ്ട്. അതിൽ നിങ്ങൾക്ക് വിളിച്ചിട്ട് പറയാൻ പറ്റും. നിങ്ങൾ ചെറിയ കുട്ടികളാണ്, ചിലപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതൊക്കെ കാണുകയാണെങ്കിൽ നിങ്ങൾ സ്റ്റേഷനിൽ നേരിട്ട് വിളിച്ച് പറയണമെന്നില്ല. നിങ്ങൾ ടീച്ചർമാരുണ്ട്, ടീച്ചർമാർക്ക് പറഞ്ഞാലും മതി, അവർ നമ്മളെ അറിയിച്ചു കേട്ടോ. ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃത്തല്ലൂർ മേഖലാ സമ്മേളനം സമാപിച്ചു. തീരപ്രദേശത്തെ കുടിവെള്ള പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. തൃത്തല്ലൂർ ശ്രീശൈലം ഓഡിറ്റോറിയത്തിൽ ചേർന്ന യോഗം സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി മേരി തോമസ് ഉദ്ഘാടനം ചെയ്തു. TR ശശികല ടീച്ചർ, ഓമന മധുസൂദനൻ, സുരജ ഉണ്ണികൃഷ്ണൻ, റീന പ്രദീപ് എന്നിവരടങ്ങിയ പ്രസിഡിയം സമ്മേളനം നിയന്ത്രിച്ചു. മുതിർന്ന അംഗം സുനന്ദ സുധാകരൻ പതാക ഉയർത്തി. ഏരിയ കമ്മിറ്റി സെക്രട്ടറി രാജീഷ ശിവജി, മേഖലാ സെക്രട്ടറി വത്സല വിനോദൻ, മഞ്ജുള അരുണൻ, KB സുധ, ബൈന പ്രദീപ്, സുരേഷ് മഠത്തിൽ, വസന്ത മഹേശ്വരൻ എന്നിവർ സംസാരിച്ചു. മുൻകാല പ്രവർത്തകരായ C കനകലത ടീച്ചർ, AK കോമളവല്ലി, സരോജിനി രാഘവൻ തുടങ്ങിയവരെ ചടങ്ങിൽ ആദരിച്ചു. പുതിയ ഭാരവാഹികളായി പ്രസിഡന്റ് ഷക്കീല ഉസ്മാൻ, സെക്രട്ടറി വത്സല വിനോദൻ, ട്രഷറർ സ്മിത സുരേഷ് ബാബു എന്നിവരെ തിരഞ്ഞെടുത്തു. പല ഉപതെരഞ്ഞെടുപ്പുകളും ഒപ്പം ഇപ്പോൾ നമ്മുടെ ത്രിതല പഞ്ചായത്ത് സംവിധാനത്തിലുള്ള തെരഞ്ഞെടുപ്പും ഒക്കെ ആഗതമായതിൻ്റെ ഭാഗമായി നമ്മുടെ സമ്മേളനം കുറച്ച് വൈകിട്ടാണ് നമുക്ക് തുടങ്ങാൻ വേണ്ടി കഴിഞ്ഞിട്ടുള്ളത്. എങ്കിലും ഈ മാസം 31-ാം തീയതിയോടുകൂടി നമ്മുടെ മേഖലാ സമ്മേളനങ്ങൾ അവസാനിപ്പിച്ച് അടുത്ത മാസം നമ്മുടെ തൃശ്ശൂർ ജില്ലയിലെ 17 ഏരിയ സമ്മേളനങ്ങൾ പൂർത്തീകരിച്ചുകൊണ്ട് ജില്ലാ സമ്മേളനത്തിലേക്ക് കടക്കണം എന്നാണ് നമ്മൾ തീരുമാനിച്ചിട്ടുള്ളത്. പെരുങ്ങോട്ടുകര നാലുംകൂടിയ സെന്ററിലെ ബസ് സ്റ്റോപ്പിന് സമീപം കാട് പിടിച്ചു കിടന്നിരുന്ന പൊതുകിണർ സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന് മുന്നോടിയായി വൃത്തിയാക്കി. പെരുങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റിയും പെരുങ്ങോട്ടുകര ഹയർ സെക്കൻഡറി സ്കൂൾ NSS വിദ്യാർത്ഥികളും ചേർന്നാണ് കിണർ വൃത്തിയാക്കിയത്.
പെരുങ്ങോട്ടുകര കൾച്ചറൽ ആൻഡ് ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് ആൻഡോ തൊറയൻ, സെക്രട്ടറി രാമൻ നമ്പൂതിരി, ട്രഷറർ പ്രമോദ് കണിമംഗലത്ത്, മണപ്പുറം സമീക്ഷ പ്രസിഡന്റ് MB സജീവൻ, പെരുങ്ങോട്ടുകര സൊസൈറ്റി മെമ്പർ ഹരിദാസ് ചെമ്മാപ്പള്ളി, ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ NSS കോർഡിനേറ്റർ സ്മിത, അധ്യാപകൻ അലക്സ്, വിദ്യാർത്ഥികളായ അൻഫസ്, അനന്തു, ആദിഷ്, വസുദേവ്, മഹാദേവ്, സഹൽ, കണ്ണൻ, ശ്രീജിത്ത്, നിരഞ്ജന എന്നിവർ നേതൃത്വം നൽകി. സ്റ്റോപ്പിന് പിന്നിലുള്ള പൊതുക്കിണർ വളരെ വൃത്തിഹീനമായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ അത് ഇത് വൃത്തിയാക്കുന്നതിൻ്റെ ഭാഗമായിട്ട് പെരുങ്ങോട്ടുകര ചാരിറ്റബിൾ സൊസൈറ്റിയും അതുപോലെ തന്നെ NSS സ്കൂളിലത്തെ പെരുങ്ങോട്ട സ്കൂളിലത്തെ NSS വിദ്യാർത്ഥികളും കൂടി ചേർന്നുകൊണ്ടാണ് അത് വൃത്തിയാക്കുന്നത്. നമുക്കറിയാം, ഒട്ടേറെ ആളുകൾ ഉപയോഗിക്കുന്ന ഒരു കൽക്കിണറാണ്. ആ കൽക്കിണർ വെള്ളം ഈ ഒരുപാട് കാര്യങ്ങളായിട്ട് മുറിച്ച് നമുക്ക് കാണാൻ വിഷനിൽ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് കാട് പിടിച്ച് കിടക്കുന്ന രീതിയിലാണ്. അപ്പോൾ അതിനെ ഭംഗിയായിട്ട് വൃത്തിയാക്കുന്നതിന് വേണ്ടി ഇട്ടാണ് ഇന്നിവിടെ എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത്. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. ചന്ദ്രാപിന്നി ഹയർ സെക്കൻഡറി സ്കൂളിൽ മെറിറ്റ് ഡേ സംഘടിപ്പിച്ചു. SSLC പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെയും NMMS USS സ്കോളർഷിപ്പ് നേടിയ വിദ്യാർത്ഥികളെയുമാണ് അനുമോദിച്ചത്. സ്കൂൾ മാനേജർ ഡോക്ടർ KC പ്രകാശൻ ഉദ്ഘാടനം ചെയ്തു. PTA പ്രസിഡന്റ് AV പ്രദീപ് ലാൽ അധ്യക്ഷത വഹിച്ചു. നാട്ടിക ഫർക്ക റൂറൽ ബാങ്ക് പ്രസിഡന്റ് VK ജ്യോതിപ്രകാശ് മുഖ്യാതിഥിയായി. ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ശൈലജ രവീന്ദ്രൻ, പ്രധാനാധ്യാപകൻ KS കിരൺ, അഡ്മിനിസ്ട്രേറ്റർ KM അനിൽ, ഡെപ്യൂട്ടി HM KS ബിന്ദു, SRG കൺവീനർ ബിജു മോഹൻ ബാബു, MPTA പ്രസിഡന്റ് ഭാഗ്യലക്ഷ്മി, LP വിഭാഗം പ്രധാനാധ്യാപിക VV അമ്പിളി, അഡ്മിനിസ്ട്രേറ്റർ PK മജീദ്, സ്റ്റാഫ് സെക്രട്ടറി S പ്രമോദ് എന്നിവർ സംസാരിച്ചു. ഇനിയും നിങ്ങളുടെ കഴിവ് ഇതുപോലെ പ്രദർശിപ്പിക്കണം. നിങ്ങൾക്ക് ബഹുമതികൾ നേടണം, അവാർഡുകൾ നേടണം. അതിനെല്ലാ സഹായവും നിങ്ങളുടെ രക്ഷിതാക്കളും അധ്യാപകരും അനധ്യാപകരും തരുന്നതാണ്. നല്ലവരായ നാട്ടുകാരും നമ്മുടെ കൂടെയുണ്ട്. അവർ എല്ലാവിധ സഹായങ്ങളും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഈ ട്രെൻഡ് ഇതുപോലുള്ളതായ ഇത്രയധികം കുട്ടികളെ 500 താഴെയായിരുന്നു, അതിന് വരാൻ പോകുന്നത് 500 കൂടുതലാണ്. അപ്പോൾ അവരെല്ലാവരും ജയിച്ച് എല്ലാവർക്കും A+ കിട്ടട്ടെ എന്ന് ഞാൻ ഈ അവസരത്തിൽ എല്ലാവരോടും ആശംസിക്കുകയാണ്. കല, സാമൂഹ്യ, സാംസ്കാരിക, ജീവകാരുണ്യ പ്രവർത്തന രംഗത്തോടൊപ്പം വിദ്യാഭ്യാസ രംഗത്തും 65 വർഷമായി സജീവമായ കണ്ടശങ്കടവ് കാൻഡസ് ആർട്സ് ക്ലബ്ബ് വർഷം തോറും നടത്തിവരാറുള്ള പ്രതിഭാ സംഗമം ഇത്തവണ സ്വാതന്ത്ര്യദിനത്തിൽ രാവിലെ 10:30 പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ സംഘടിപ്പിക്കുമെന്ന് ക്ലബ്ബ് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. പഠനത്തിലും കായിക മത്സരങ്ങളിൽ ജില്ലാ സംസ്ഥാന തലത്തിൽ മികവ് തെളിയിക്കുന്നവരെയും ആദരിക്കാനായി 15 വർഷമായി ക്ലബ്ബ് ആദരവ് നടത്തിവരുന്നുണ്ട്. ഇത്തവണ പഞ്ചായത്തിലെ SSLC +2 പരീക്ഷകളിൽ A+ നേടിയ 130ഓളം വിദ്യാർത്ഥികളെയാണ് മൊമന്റോയും ക്യാഷ് അവാർഡും നൽകി ആദരിക്കുന്നത്. പഠനത്തിൽ 100% വിജയം നേടിയ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ, SH ഓഫ് മേരീസ് കോൺവെന്റ് സ്കൂൾ, മണലൂർ ഗവൺമെന്റ് ഹൈസ്കൂൾ, കാരമുക്ക് SNGS എന്നീ സ്കൂളുകളെയും അനുമോദിക്കും. നാട്ടുകാരനും നാടിന്റെ അഭിമാനവുമായ കേണൽ ഡോക്ടർ PS ജെയിംസ്, ഗണിത ഗ്രന്ഥകാരൻ CA പോൾ മാസ്റ്റർ എന്നിവരെയും ചടങ്ങിൽ ആദരിക്കുന്നുണ്ട്. പ്രതിഭാ സംഗമം തൃശൂർ DEO രോഹിത് നന്ദകുമാർ ഉദ്ഘാടനം ചെയ്യും. മുൻ MP TN പ്രതാപൻ, മണലൂർ പഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് എന്നിവർ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു. വാർത്താസമ്മേളനത്തിൽ ക്ലബ്ബ് മുഖ്യ രക്ഷാധികാരി AP ജോസ് മാസ്റ്റർ, പ്രസിഡന്റ് TP തോമസ്, ട്രഷറർ ജോൺസൺ പീറ്റർ, കൺവീനർ ജോസഫ് പള്ളിക്കുന്നത്ത്, വിനീഷ് മഞ്ഞിയിൽ എന്നിവർ പങ്കെടുത്തു. ചന്ദ്രാപിന്നിയിൽ തെരുവുനായ വട്ടം ചാടിയുണ്ടായ അപകടത്തിൽ സ്കൂട്ടർ യാത്രികന് പരിക്ക്. ചന്ദ്രാപിന്നി പള്ളിപ്പറമ്പിൽ ഇബ്രാഹിംകുട്ടിക്കാണ് പരിക്കേറ്റത്. ഇന്ന് രാവിലെ സുബഹി നമസ്കാരത്തിനായി പള്ളിയിലേക്ക് പോകുന്നതിനിടെയാണ് ചന്ദ്രാപിന്നി CV സെന്ററിനടുത്ത് ഓൾഡ് പോസ്റ്റ് ഓഫീസ് റോഡിൽ വെച്ച് തെരുവുനായ സ്കൂട്ടറിന് മുന്നിലേക്ക് ചാടിയത്. സ്കൂട്ടറിൽ നിന്ന് വീണ ഇബ്രാഹിംകുട്ടിക്ക് കൈക്കും കാലിനും നെറ്റിയിലും പരിക്കേറ്റിട്ടുണ്ട്. ഇബ്രാഹിംകുട്ടി ചന്ദ്രാപിന്നി അല്ലിക്ബാൽ ആശുപത്രിയിൽ ചികിത്സ തേടി. വടക്കേക്കാരമുക്ക് സെന്റ് ആന്റണീസ് പള്ളിക്ക് സമീപം പുലിക്കോട്ടിൽ കുര്യപ്പൻ ഭാര്യ റോസിലി നിര്യാതയായി. 68 വയസ്സായിരുന്നു. മക്കൾ ബേബി, ബീന, രാജു.
മരുമക്കൾ സൈമൺ, ലിജോ, ലീമ. സംസ്കാര കർമ്മം വ്യാഴാഴ്ച രാവിലെ 9:30 സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ ശുശ്രൂഷകൾക്ക് ശേഷം കണ്ടശങ്കടവ് സെന്റ് മേരീസ് ഫെറോന ദേവാലയത്തിലെ സെമിത്തേരിയിൽ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഷവർമ കിട്ടാൻ വൈകിയതിന് ഹോട്ടൽ ഉടമയെയും ജീവനക്കാരെയും ആക്രമിച്ച പ്രതികൾ അറസ്റ്റിലായി. രാഹുൽ ഗാന്ധിയെ അറസ്റ്റ് ചെയ്തതിൽ വ്യാപക പ്രതിഷേധം. തീരപ്രദേശത്തെ കുടിവെള്ള പ്രശ്നം അടിയന്തരമായി പരിഹരിക്കണമെന്ന് ജനാധിപത്യ മഹിളാ അസോസിയേഷൻ തൃത്തല്ലൂർ മേഖലാ സമ്മേളനം ആവശ്യപ്പെട്ടു. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ പൂർണ്ണമാകുന്നു. നമസ്കാരം.